നേതാജി സുഭാഷ് ചന്ദ്രബോസും കമ്മ്യൂണിസ്റ്റുകാരുടെ പട്ടികയിലുണ്ട്. അവരുടെ പോസ്റ്ററിലൊക്കെ കാണുന്നുണ്ട് നേതാജി. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? അല്ലല്ലോ. നേതാജിയെ സംബന്ധിച്ച് സത്യത്തിൽ അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. സവർക്കറേയും പഠിച്ചതിന് തെളിവില്ലല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ സവർക്കർ വർഗീയവാദി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ദളിതർക്ക് പതിത്പാവൻ ക്ഷേത്രമൊക്കെ പണിത ആളാണ് സവർക്കർ. അങ്ങനത്തെ പശ്ചാത്തലങ്ങളൊന്നും അവർക്കറിയില്ല. ഒരാളെ പറ്റി അറിയാമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ആ കാലത്ത് രണ്ടാം ലോക യുദ്ധ ക്വിറ്റ് ഇന്ത്യ 1942 കാലത്ത് ഈ ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ മകൻ KP മോഹനൻ ഇപ്പോഴും മാഹി കോളേജിൽ പ്രൊഫസറൊക്കെ ആയിരുന്നു. ഇപ്പോഴും കേരള സർക്കാർ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമിയിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില പദവികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുകാട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതപാതയിൽ അദ്ദേഹത്തിന് പറ്റിയ വലിയൊരു ഗതികേട് പാർട്ടി അംഗമായിരിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കാരണം അദ്ദേഹം നന്നായിട്ട് ഈ പാഠകം ഒക്കെ എഴുതുമായിരുന്നു. അപ്പം അന്ന് ജാബ് വിരുദ്ധ പാഠകം എന്ന് പറഞ്ഞിട്ടൊരു പാഠകം അദ്ദേഹത്തിനോട് തയ്യാറാക്കാൻ പറഞ്ഞു. അല്ല, അതായത് ഒരു സഖാവ് ഓട്ടംതുള്ളലുകാരനാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഒരു ഓട്ടംതുള്ളൽ നടത്തുക. പോലെ അതെ. PJ ആന്റണിയോട് ഒരിക്കൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് EMS വിളിപ്പിച്ചിട്ട് അദ്ദേഹം നാടകം എഴുതി 2-3 ദിവസം കൊണ്ടൊക്കെ. മറ്റേ CJ തോമസ് വിഷവൃക്ഷം എന്ന് പറഞ്ഞു വിമോചന സമരകാലത്ത് വിഷവൃക്ഷം എന്ന് പറഞ്ഞൊരു നാടകം പാർട്ടിക്ക് എതിരെ എഴുതിയിരുന്നു. അതിന് മറുപടിയായിട്ട് PJ ആന്റണിയോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ജാപ്പ് വിരുദ്ധ പാഠകം എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞ് ചേർത്തിരുന്നു. രണ്ടാമത്തെ വരിയിൽ മറ്റേ ചെരുപ്പ് നക്കി എന്നും ചേർത്തിട്ടുണ്ടായിരുന്നു. കാൽ നക്കി. അതായത് ഇതാണ് എഴുതിയിരുന്നത് ജാപ്പ് വിരുദ്ധ പാഠകത്തില്. ചെറുകാട് എഴുതിയിരുന്നത് നമ്മുടെ നേതാവ് അല്ല ദുഷ്ടൻ, ജപ്പാൻകാരുടെ കാൽ നക്കി. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പാർട്ടി പറഞ്ഞിട്ട് എഴുതിയാണ്. അതെ. ആ പാഠകത്തിൽ അദ്ദേഹം എഴുതിയത് നമ്മുടെ നേതാവ് അല്ല ദുഷ്ടൻ, ജപ്പാൻകാരുടെ കാൽ നക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണൂരിലെ ഇത് വേറൊരു സഖാവ് ഈ പാഠകം അവതരിപ്പിക്കുന്നത് കണ്ടു, എഴുതി കൊടുത്തു കയ്യെഴുത്ത് പ്രതി. അത് കഴിഞ്ഞ് വേറൊരു കലാകാര സഖാവ് ഇത് മുട്ടറക്കുന്ന ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, പറശ്ശിനിക്കടവിൽ ഒരു സഖാവ് ഈ പാഠകം അവതരിപ്പിക്കുന്നത് കേട്ടു. അപ്പൊ ചെറിയൊരു വ്യത്യാസം. ഇത് എഴുതി കൊടുത്ത കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് ഒരു മാറ്റം ഒരു വലിയ നേതാവ് വരുത്തിയിരിക്കുന്നു. അതായത് ചെറുകാട് എഴുതിയത് നമ്മുടെ നേതാവല്ല ദുഷ്ടൻ എന്നാണല്ലോ. അത് നമ്മുടെ നേതാവല്ല ചെറ്റ, ജപ്പാൻകാരുടെ കാൽനക്കി. ദുഷ്ടൻ മാറ്റി ചെറ്റയാക്കി. ദുഷ്ടൻ മാറ്റിയിട്ട് ചെറ്റയാക്കി. അപ്പോ ഈ ചെറുകാട് ആത്മകഥയിൽ പറഞ്ഞിരിക്കുകയാണ്, അത് കേട്ടപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. എൻ്റെ ഉള്ളുലഞ്ഞു. എനിക്ക് വലിയ മനസാക്ഷി കുത്തുണ്ടായി. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ഇങ്ങനെ പറയേ, കടുപ്പം തന്നെ. അല്ല, ചെറ്റ, നാറി, പരനാറിയൊക്കെ ഇഷ്ടപ്പെട്ട പദങ്ങളാണല്ലോ. അതായത് അദ്ദേഹത്തിന് ഈ ദുഷ്ടൻ എന്നുള്ളത് ചെറ്റാന്നാക്കിയിലുള്ള വിഷമമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഈ കാൽ നക്കിന്ന് അദ്ദേഹം തന്നെ എഴുതിയതിൽ അദ്ദേഹത്തിന് വിഷമമില്ല, ഒരു ഖേദവുമില്ല. ആ ഖേദമില്ല ആത്മകഥയില്. മനസ്സിലായില്ലേ? അപ്പൊ ഏതു തരം മനസാക്ഷി കുത്താണ് ഇതെന്ന് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇതായിരിക്കണം മറ്റേ വൈരുദ്ധ്യാത്മകം മെറ്റീരിയലിസം എന്ന് പറയുന്ന സംഭവമായിരിക്കും അത്. അപ്പോ അവരെ സംബന്ധിച്ച് ഈ ഫ്ലെക്സിൽ വയ്ക്കുന്നവർക്ക് ഇത് അറിയില്ലായിരിക്കും. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ സുഭാഷ് ചന്ദ്രബോസിനെ എന്തിനാണ് വെറുതെ ചെറ്റാന്നും കാൽ നക്കിന്നും ഒക്കെ വെക്കുന്നത്, എഴുതുന്നത്, പറയുന്നത്? അന്നിത് സാർവത്രികമായിട്ട് അവതരിപ്പിച്ചിരുന്ന പാഠകമാണ്. ലേഖനങ്ങളിൽ സ്ഥിരമായിട്ട് എഴുതിയിരുന്നത് 5-ാം പത്തി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമായിരുന്നു സുഭാഷിനെതിരെ. അതെ, 5th കോളം. പല സോഷ്യലിസ്റ്റുകൾക്കും എതിരെ അവരിത് അച്യുത് പട്വർദ്ധൻ, മധുലിമായ, അശോക് മേത്ത,
റാം മനോഹർ ലോഹ്യ, പിന്നെ അരുണ ആസഫ് അലി, ഇത്രയും പേർക്കെതിരെ അവർ അഞ്ചാമ്പത്തികളാണ്, ചെരുപ്പ് നക്കുകളാണ്, കാൽ നക്കുകളാണ് എന്ന് നിരന്തരം ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ ഞാൻ യാദൃശ്ചികമായി വായിച്ചതാണ് ഈ പുസ്തകത്തിൽ മാർക്സിസം ഇൻ ഇന്ത്യ, കിരൺ മൊയ്ത്ര, ബംഗാളിയാണ്, അദ്ദേഹം എഴുതിയതാണ്. ഇതിൽ അദ്ദേഹം രേഖകളൊക്കെ പരിശോധിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആ കാലത്ത് ഈ സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനുമായിട്ട് ചേർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ജപ്പാൻ, അതായത് ഇന്ത്യ വിമോചിപ്പിക്കണം എന്നാണ് ദേശീയവാദിയായ സുഭാഷ് ചന്ദ്രബോസ് ആഗ്രഹം. അതിന് ജപ്പാന്റെ സഹായം സ്വീകരിക്കാം. അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ സഹായം ചോദിച്ചിരുന്നു. അതിനൊക്കെ മുമ്പ് സോവിയറ്റ് യൂണിയനിലേക്ക് അദ്ദേഹത്തിന്റെ അനന്തരവൻ കേംബ്രിഡ്ജിൽ പഠിച്ചിരുന്ന അമിയ ബാസുവിനെ അയച്ചിരുന്നുവെന്ന് ഈ അമിയ ബാസുവിന്റെ മകൾ മാധുരി ബസു എഴുതിയ ബോസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് ഇന്ത്യയെ സഹായിക്കുക, ഏത് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ഭാഗത്തുനിന്ന് ജപ്പാൻ വരിക, ഇതാണ് സ്ട്രാറ്റജി. പക്ഷെ ജോഷിയോട് അഭ്യർത്ഥിച്ചിരുന്നു, പി സി ജോഷിയോട്, സുഭാഷ് ചന്ദ്രബോസ്. എന്നിട്ട് ഈ സോളി ബാട്ട്ലിവാല എന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സുഭാഷ് ബോസുമായിട്ട് സംസാരിക്കാൻ നിയോഗിക്കുകയും ചെയ്തിരുന്നു. സുഭാഷ് ബോസിനെ പോലൊരു വലിയ ആളോട് നിരസിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളെല്ലാ സഹായവും ചെയ്യും എന്ന് ബാട്ട്ലിവാല പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പാർട്ടിയിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ ജോഷി ഒന്നും സമ്മതിക്കുന്നില്ല. ജോഷിയാണല്ലോ ജനറൽ സെക്രട്ടറി. അദ്ദേഹം വേണമല്ലോ സോവിയറ്റ് യൂണിയനോട് ഈ ഔദ്യോഗികമായിട്ട് ഇത് അഭ്യർത്ഥിക്കാൻ. പക്ഷെ ആ ഭാഗത്ത് വരുമ്പോൾ തടസ്സമാണ്, അത് നടക്കുന്നില്ല. അങ്ങനെ ഈ സംഭവങ്ങൾ നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ആണ് നമ്മൾ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ദേശാഭിമാനിയൊക്കെ ഉൾപ്പെടെ, പീപ്പിൾസ് വാർ. ആ സമയത്ത് ബ്രിട്ടൻ ഒരു പദ്ധതി ഇട്ടു. ഇവിടുത്തെ മാർക്സിസ്റ്റുകളുണ്ടല്ലോ പല സ്ഥലത്തും, കേരളത്തിൽ നിന്ന് ആരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിവരങ്ങളില്ല. അത് ഇനി ആർക്കൈവ്സിൽ മിടുക്കുള്ള ആരെങ്കിലും കണ്ടുപിടിക്കണം. അവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് 300 മാർക്സിസ്റ്റ് യുവാക്കളെ തെരഞ്ഞെടുത്തു ബ്രിട്ടൻ. എന്നിട്ട് അവർക്ക് ഗറില്ല പരിശീലനം കൊടുക്കുക. എന്നിട്ട് ഗറില്ല പരിശീലനം കൊടുത്തിട്ട് ഈ ജപ്പാനും ഇദ്ദേഹത്തിൻ്റെ ആസാദ് ഹിന്ദ് ഫൗജും ഇന്ത്യയിലേക്ക് ഏത് നിമിഷം മറ്റേ വാതുക്കലെത്തി നിൽക്കുകയാണ്. ഇങ്ങോട്ട് അരുണാചൽ നേഫയിലൊക്കെ വന്നല്ലോ അവര്, ആൻഡമാനിൽ താവളമൊക്കെ ഉണ്ടായല്ലോ സുഭാഷിന്റെ ഒക്കെ സേനയ്ക്ക്. അതിൽ ഭയങ്കരമായിട്ട് കൺസേൺഡ് ആണ്, ഉത്കണ്ഠയുണ്ട്. ആ സമയത്താണ് ബ്രിട്ടൻ ഈ മാർക്സിസ്റ്റുകളെ വിളിച്ചിട്ട് റെഡ് ആർമി എന്നാണ് രേഖകളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ചെമ്പട എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരുണ്ടാക്കി. ഇവിടെ റെഡ് ആർമി എന്ന് പറയുന്നത് സാധാരണ സോവിയറ്റ് യൂണിയനിലൊക്കെ ഉള്ളതിനെയാണല്ലോ. ഇവിടെ ഈ 300 പേരെ അവർ റിക്രൂട്ട് ചെയ്തു ഗർലുകളായിട്ട് ബ്രിട്ടൻ, ഈ പാർട്ടിയിൽ നിന്ന്. ഇന്ന് ഈ പറയുന്ന ആളുകളില്ലേ അവരുടെ പാർട്ടിയിൽ നിന്ന്. എന്നിട്ട് ഇവർക്ക് 12 ദിവസം പരിശീലനം കൊടുത്തതായിട്ട് ഓവർ സ്ട്രീറ്റ് വിൻ മില്ലർ, ഇത് വളരെ പ്രസിദ്ധമായ ബുക്കാണ്, കമ്മ്യൂണിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഓവർ സ്ട്രീറ്റും വിൻ മില്ലറും എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 12 ദിവസം ഇവിടെ പരിശീലിപ്പിച്ചു എന്ന്. വേറൊരു വേർഷൻ ഉണ്ട്, പുനെയിലെ മലയിലായിരുന്നു ട്രെയിനിങ്. അവിടെ ട്രെയിൻ ചെയ്തത് അമേരിക്കക്കാരും ചൈനക്കാരും ഒക്കെ ഇവരെ ട്രെയിൻ ചെയ്യാനായിട്ട് വന്നിരുന്നു. കൂടുതൽ ഗറില്ല സംഭവങ്ങൾ അവർക്ക് അറിയാവുന്നതുകൊണ്ട്. കാരണം അക്കാലത്ത് 48-ലാണല്ലോ ചൈന ഈ മാവോ എല്ലാം കൂടി ഈ പോരാട്ടം നടത്തി വാർഫെയർ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ അവര് അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇവരെ ഈ 15 പേരുള്ള യൂണിറ്റുകളായിട്ട് തിരിച്ചു, ഈ 300 മാർക്സിസ്റ്റ് യുവാക്കളെ. അങ്ങനെ 15 പേരുള്ള ഗറില്ല സംഘങ്ങളായിട്ട് തിരിച്ച് ആണ് പരിശീലനം കൊടുത്തത് എന്ന് പീപ്പിൾസ് വാർ
അവരുടെ ആ മാസികയിൽ അന്ന് ഈ പീപ്പിൾസ് വാർ ഒരുപാട് കാലമൊന്നും ഉണ്ടായില്ല. കാരണം ഇവര് സംഗതി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ സഹായമൊക്കെ നിർത്തിയല്ലോ, 2 കൊല്ലം 3 കൊല്ലം. അപ്പോൾ ആ പീപ്പിൾസ് വാറിൽ ഈ ബിൻമില്ലറും ഓവർ സ്ട്രീറ്റും അവർ ഈ പീപ്പിൾസ് വാറിൻ്റെ പഴയ ലക്കങ്ങൾ നോക്കി. ആ ഒരു ലക്കത്തിൽ രാജ്ബൻസ് കിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലേഖനം ഈ അനുഭവം എഴുതിയിട്ടുണ്ട്. ഫ്രാഗ്മെന്റ്സ് ഫ്രം എ ഗറില്ലാസ് ഡയറി. ഒരു ഗറില്ലയുടെ ഡയറിയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ 15 പേരായിട്ട് മാറ്റിയിട്ട് യൂണിറ്റുകളായിട്ട് തിരിച്ച്. അപ്പം അങ്ങനെ സുഭാഷ് ബോസിന്റെ ശത്രുവായിട്ട് ആണെന്ന് പാർട്ടി. ഇപ്പൊ പിന്നെ ഇവർ എന്ത് ഇത് അന്ന് ചെയ്തതൊക്കെ തെറ്റാണെന്ന് പോലും ഏറ്റു പറഞ്ഞിട്ടില്ല. എന്നിട്ട് പിന്നെ ഈ പാർട്ടി പരിപാടിക്കൊക്കെ സുഭാഷ് ചന്ദ്രബോസിന്റെ പടം വെക്കുന്നു. എന്നിട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, അവരിവരുടെ സഖ്യകക്ഷിയായിരുന്നു ബംഗാളിലൊക്കെ. അതെ, നമ്മുടെ ഒരു പിന്നെ കൊല്ലംകാരൻ ഒരാളാണ് ദേവരാജൻ. അദ്ദേഹം മാത്രല്ലേ അതിന്റെ അന്ന് അവിടെ ഓഫീസ് സെക്രട്ടറിയോ അങ്ങനെ എന്തോ ആയിരുന്നു ആദ്യം തോന്നുന്നു ഫോർവേഡ് ബ്ലോക്കില്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാമായി. അപ്പോൾ ഇവർക്ക് ചരിത്രം അറിയാമോ എന്ന് തന്നെ എനിക്ക് ബലമായ സംശയമുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ അറിയാമോ, അല്ലെങ്കിൽ ഇത് തിരുത്തുന്നതായിട്ട് ബംഗാളിലെ ചില നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ജ്യോതി ബസുവിനെ പോലുള്ള പാർട്ടി തീരുമാനമായിട്ട് വന്നിട്ടില്ല. പാർട്ടി തീരുമാനമൊന്നുമില്ല. നമ്മള് 40 കൊല്ലം മുമ്പ് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമില്ലേ? ഞങ്ങൾ പണ്ട് മറ്റേ കമ്പ്യൂട്ടറിനെതിരെ കല മറ്റേ സോഷ്യലിസം നോക്കി വേണം കലയ്ക്ക് വേണ്ടി കവിത എഴുതരുത്, മറ്റേ വിഷാദ കവിതകൾ എഴുതരുത്, മറ്റേ കലയ്ക്ക് വേണ്ടി എന്നുള്ള മുദ്രാവാക്യം പാടില്ല, അത് സോഷ്യലിസത്തിന് വേണ്ടി. എന്നിട്ട് അത് 40 വർഷം കഴിഞ്ഞിട്ട് തിരുത്തുന്നു. 40 വർഷം മുമ്പ് ഞങ്ങൾക്ക് തെറ്റു. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ എന്തുകൊണ്ടാണത് ശരിയായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്തത്? നമ്മൾ മോദിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ശരിയായി തീരുമാനം എടുക്കുന്നതുകൊണ്ടാണല്ലോ. 50 വർഷം കഴിയുമ്പോൾ നരേന്ദ്രമോദി ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിരുന്നു പറയുമായിരിക്കും. അത് ഒരു സംശയം പറയുമായിരിക്കും. നാളെ അങ്ങനെ പറയുമായിരിക്കും. രാമക്ഷേത്രം ആവശ്യമായിരുന്നു എന്നും പറയുമായിരിക്കും. പക്ഷെ അന്ന് പാർട്ടി ഉണ്ടാവുന്ന സുനിലിന് എന്തോ ഉറപ്പ്? 40 ദിവസം കഴിഞ്ഞ് ഈ നാട്ടുകാർ തിരിച്ചറിയില്ലേ എല്ലാം കാപട്യമായിരുന്നു എന്ന്. മാത്രമല്ല ഇപ്പൊ ആർക്കൈവ്സുകളൊക്കെ തുറക്കുകയല്ലേ. അതെ, അല്ല 2 ദിവസം കൊണ്ട് ഇപ്പോൾ രാമേന്ദ്ര സാർ ഇങ്ങനെ ABC വന്നിട്ട് ഒരുപാട് ഇരുള് മൂടിക്കിടന്ന നരിച്ചീർ കയറി ഇറങ്ങിക്കിടന്ന വാതായനങ്ങളൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് ദുർഗന്ധം വമിക്കുന്ന ഒരുപാട് കഥകൾ പുറത്തു വരികയാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ചിലരൊക്കെ സ്തംഭിച്ച് അത്ഭുതപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ABC വിട്ടിട്ടില്ലല്ലോ. അതെ അതെ. അപ്പൊ ഇനി വീണ്ടും ഇത്തരം കഥകൾ രാമേന്ദ്രൻ സാറിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അവർ കാത്തിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.